ഹലോ. അപ്പോൾ ഞാനും മനും കുറേ നാളായിട്ട് ടോപ്പ് ഗോൾഫിലൊന്ന് ഒരുമിച്ച് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടൈം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോകായിരുന്നു. സംഭവം ഞങ്ങൾ രണ്ടുപേരും ദുബായ് ഗോൾഫിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മനു ഈ സെയിം ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, ടോപ്പ് ഗോൾഫിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഗോൾഫ് ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സൺഡേ റോസ്റ്റ് കഴിക്കാനാണ് മെയിൻലി വന്നത്. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ ഈ പെണ്ണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പുള്ളിക്കാരത്തിക്ക്. കാരണം വർക്ക് ഡേ അല്ലല്ലോ, അപ്പോൾ വേറൊരു വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ 1 hour ഗെയിമിന് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഗോൾഫ് കളിക്കാൻ അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ കളിച്ചതാണ്. അപ്പോൾ ഈ കുട്ടി ആക്ച്വലി മലയാളിയാണ് കേട്ടോ. പുള്ളിക്കാരത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എന്നെ ഒരുപാട് പഠിപ്പിക്കാൻ നോക്കി, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ക്ലബ്സാണ്, ഡിഫറെൻറ്റ് ഡിഗ്രീസിൻ്റെ ക്ലബ്സാണിത്. 6 iron 4 iron അതായത് പിച്ചിങ് ബെഞ്ച് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്കും മനുവിനും ഈ ഒരു ഈവനിങ് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം, അതായത് ഒരു 1 month മുകളിലായി ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തു പോയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് റിലാക്സ് ആവാനായിട്ട് ഈ ഈവനിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാനും മനും കളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കാർഡൊക്കെ കിട്ടി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി സൺഡേ റോസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ യൂറോ കപ്പിൻ്റെ ഫിനാലെ ആയതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. നല്ല ടേസ്റ്റായിരുന്നു ഈ ഫുഡ്, പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും നല്ല ടേസ്റ്റായിരുന്നു. മനുവിനോട് എപ്പോഴും പറയാറുണ്ട് ഇവിടെ പോയി കഴിക്കണം. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ടൈം ആയത് ശരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പയ്യനെ ഞങ്ങൾ താഴത്തേക്ക് പോയി. താഴത്തെ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ബംഗർ ആർക്കേഡ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരുപാട് പ്ലേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഓരോരോ ബോക്സ്, അതായത് എൻ്റെ സംബന്ധത്തിന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇതിനുള്ളിൽ നമ്മൾ കളിച്ച് വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐപാഡും അങ്ങനെ വലിയ വലിയ ഗിഫ്റ്റ്സൊക്കെ ഉണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരിചയമുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവരോട് സംസാരിച്ച് നമ്മൾ നേരെ ബങ്കറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബങ്കറിലേക്ക് ചെല്ലും തോറും നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കയറി. ശരിക്കും കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കളറ് കൊടുത്ത്, ഇത്രയും ലൈറ്റ്സൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ. മാത്രമല്ല നമ്മൾക്കും നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നും ഇത് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളൊരു ഇലക്ട്രോണിക് കാർഡ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓരോ ഗെയിമും കളിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ദുബായിലുള്ള മലയാളീസൊക്കെ ആണെങ്കിൽ 1 time നിങ്ങൾ ഈ ടോപ്പ് ഗോൾഫിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇറ്റ്സ് ആക്ച്വലി ഒരു ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു പ്ലേസാണ്. ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കളിക്കാനായിട്ട് ഞങ്ങളിവിടെ അവന് കയറിയിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഞങ്ങളത് കളിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും നിങ്ങൾക്ക് ഗോൾഫ് കളിക്കാനൊക്കെ പോവാം. ഗോൾഫ് ഈസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. സോ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. പക്ഷേ എന്നാലും കളിച്ചു. പിന്നെ ഇതെല്ലാം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു റിവാർഡ് പോലൊരു ടിക്കറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ പോയിൻറ്റ്സ് നമുക്ക് ഈ കാർഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കിട്ടിയ പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അതിന് വേർത്തായിട്ടുള്ള എന്താണോ അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞങ്ങളൊരു 5 ലോലിപോപ്പ് എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും നല്ലൊരു ഈവനിങ് ആയിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം, പിന്നെ സജഷൻസൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.